ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ നിങ്ങൾ കാനഡയിലേക്കൊക്കെ ഒരു ഇമിഗ്രൻസ് ആയിട്ട് ട്രൈ ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര സമയമെടുക്കും ഒരു വിസ പ്രോസസ്സ് ചെയ്ത് വരാൻ എന്നാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ളവരാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പേരൻസിനെയും ഫ്രണ്ട്സിനെയും ഫാമിലീനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങോട്ടൊരു വിസിറ്റിന് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പേര് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് കാനഡയിലെ വിസിറ്റിംഗ് വിസയുടെ പ്രോസസ്സിംഗ് ടൈം. സോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈംസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലൊക്കെ ഇത് അറിയുമായിരിക്കും, പക്ഷേ കുറേ അധികം ആളുകൾക്ക് ഇത് അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് തന്നെ കിട്ടിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എങ്ങനെയാണ് വിസ പ്രോസസ്സ് ചെയ്തത്, എത്ര സമയം എടുത്തു വരാമെന്നൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമുക്ക് ഗവൺമെൻറ് വെബ്സൈറ്റ്സിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ കരുതിയിരുന്നു നിങ്ങളെല്ലാവരും അതിൻ്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ വിസ പ്രോസസ്സ് ചെയ്ത ടൈം കണ്ടുപിടിക്കുന്നതെന്ന് കാണിക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് കനേഡിയനിലെ വിസിറ്റിംഗ് വിസയുടെ ഡീറ്റെയിൽസും അതെങ്ങനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ അറിയാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. www.canada.ca പോയി ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പിൻ്റെ താഴെ തന്നെ ചെക്ക് പ്രോസസ്സിംഗ് ടൈംസ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ടെമ്പററി റെസിഡൻസ് വിസ എന്നാണ് കൊടുക്കുന്നത്. കാരണം വിസിറ്റ്, സ്റ്റഡി, വർക്ക് എല്ലാം ഈ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി വിസിറ്റർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ താഴത്തെ സെക്ഷനിൽ വിസിറ്റർ വിസ കൊടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് കാനഡ എന്നുള്ള ഓപ്ഷൻ വേണം കൊടുക്കാനായിട്ട്. ഇനി ഏത് കൺട്രിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെന്ന് നോക്കിയിട്ട് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് പ്രോസസ്സിംഗ് ടൈംസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ 58 ദിവസമാണ് കാണിക്കുന്നത്. ആൻഡ് ടു യുവർ അറ്റൻഷൻ, നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 14 അതുകൊണ്ടാണ് ഓഗസ്റ്റ് 14 ഡേറ്റ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പകരം ഏത് കൺട്രി കൊടുത്താലും നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ആപ്ലിക്കേഷൻ ടൈം കാണിക്കാം. ഇപ്പോൾ ഞാൻ വിസിറ്റിംഗ് വിസയുടെ കാണിച്ച പോലെ തന്നെ സ്റ്റഡി പെർമിറ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം 5 ആഴ്ചയാണ് കാനഡയിലേക്കുള്ള ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർ സ്റ്റഡി പെർമിറ്റിൻ്റെ സമയമെടുക്കുന്നത്. ഇനി വർക്ക് പെർമിറ്റ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് LMI ഉള്ളൊരു വർക്ക് പെർമിറ്റ് ആണ് നമ്മൾ ഇന്ത്യയിൽ നിന്നും അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടൈമും നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ്. ആൻഡ് ഇതിനകത്ത് 19 ആഴ്ചയാണ് കേട്ടോ അപ്പോൾ വർക്ക് പെർമിറ്റിന് കാണിക്കണേ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ കാണിക്കുന്ന ഡേറ്റ്സ് എല്ലാം ആഴ്ചകളിൽ മാറും. അതായത് എവറി വീക്ക് ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ 58 ദിവസം, 5 ആഴ്ച, 19 ദിവസം, ഇതെല്ലാം മാറും. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് വിസ പ്രോസസ്സിംഗ് ടൈം 21 ദിവസമാണ് ഇതിനകത്ത് കാണിച്ചത്. ആൻഡ് വിത്തിൻ 20 days എനിക്ക് ആക്ച്വലി കനേഡിയൻ വിസ വിസിറ്റർ വിസ അപ്രൂവ് ആയി കിട്ടി. സോ ഇത് മാറിക്കൊണ്ടേയിരിക്കും, ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു നോർമൽ കേസ്, അതായത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പക്കയാണ്, വലിയ എന്താ പറയുക ഒത്തിരി കൺഫ്യൂഷൻസ് ഒന്നുമില്ലാത്തൊരു സമയത്ത് പ്രോസസ്സിംഗ് ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. ചിലവർക്ക് ഒരു പക്ഷേ ഇതിൽ നേരത്തെ വരാം. ഞാൻ പറഞ്ഞ പോലെ 21 ദിവസം പറഞ്ഞിട്ട് എനിക്ക് 20 ദിവസത്തിനുള്ളിൽ കിട്ടി. ചിലവർക്ക് അത് 30 ദിവസം എടുത്തു എന്ന് പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു 80 to 90% സാധാരണ രീതിയിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും പക്കയായിട്ടുള്ളവർക്കാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ വീഡിയോ, എങ്ങനെയാണ് നമ്മൾ കാനഡയിലെ വിസ പ്രോസസ്സിംഗ് ടൈംസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത്. കുറേ പേർക്കൊക്കെ ഇത് അറിയുന്നതായിരിക്കും, പക്ഷേ ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇത് എങ്ങനെയാണെന്ന് അറിയാത്തവർ. അതെനിക്ക് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്തത്. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇത് കൂടാതെ ഇനി വിസിറ്റിംഗ് വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം, വിസിറ്റിംഗ് വിസയിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. കാരണം ഈ അടുത്ത് എൻ്റെ പേരൻസ് വന്നതാണ്, അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രോസസ്സ് എല്ലാം അറിയുന്നതാണ്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതെല്ലാം അപ്ലൈ ചെയ്യാം. ഒരു ഏജൻസിക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണേലും അത്തരം വീഡിയോസ് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. കൂടാതെ മോൺട്രിയാലിലുള്ള നല്ല ഒട്ടനവധി കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സൊക്കെ വരുന്നുണ്ട് ചാനലിൽ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല നല്ല ഫീഡ്ബാക്സും കമൻസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.